പി വി അൻവറിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ. അൻവറിനെ പാർട്ടിയിൽ കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിലും ചർച്ച നടന്നിട്ടില്ല. അൻവറുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്ന് TKS ഇളങ്കോവൻ 24 പറഞ്ഞു. DMK planning to be in alliance with our MLA PV Anwar? No, there is no plan as of now. It has to be decided by the General Council or headquarters, but there is no decision as of now. Nothing was discussed on those lines. Planning to be very extensive or intensive campaign in Kerala. Are they planning to be more strong? We have our own organizer, the state organizer, Mr. Murugesan is there. He is in charge of the party in that state. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, ഇന്ന് രാവിലെ അൻവർ പറഞ്ഞത് DMK പ്രതിനിധികൾ ഇന്നത്തെ തൻ്റെ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ നിരീക്ഷകരായി എത്തുന്നുണ്ട്, അവരുമായി ഇന്നലെ ചർച്ച നടത്തി ചെന്നൈയിൽ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചർച്ച അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ടേക്ക് പ്രതിനിധികളെ അയക്കുന്നു, ഇതെല്ലാം തള്ളിക്കളയുകയാണോ DMK? ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ DMK നേതാക്കളെ കാണുക വഴി അൻവർ ശ്രമിച്ചത് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ DMK നേതാക്കളെ എത്തിക്കുക, അവരെ വേദിയിൽ ഇരുത്തുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. കാരണം അദ്ദേഹത്തിനോടൊപ്പം പ്രധാനപ്പെട്ട CPM നേതാക്കൾ എന്തായാലും ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കില്ല, കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിലെ വലിയ ഫേസുകളെ ഒന്നും അവർക്ക് ഈ ഒരു സമ്മേളനത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് അൻവർ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നത്. അൻവറിന് DMKയുമായി വളരെ അധിക കാലത്തെ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വരികയും DMK നേതാക്കളൊക്കെയും കാണുകയും ചെയ്തത്. ഇതിൽ MP അബ്ദുള്ളയാണ് അദ്ദേഹത്തിനോടൊപ്പം പല നേതാക്കളെ കാണാനായി ഇന്നലെ എത്തിയത്. ആദ്യം നമ്മൾ ഇന്നലെ ഈ അബ്ദുള്ള MPയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് നിഷേധിച്ചെങ്കിലും പിന്നാലെ ഈ MPയും ഒപ്പം തന്നെ PV അൻവറും നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയും നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം DMK നേതാക്കളെ ഇന്നലെ ഉച്ച മുതൽ അർദ്ധരാത്രി വരെ പല DMK നേതാക്കളെയും PV അൻവർ കണ്ടുകൊണ്ടേയിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുന്നു. പക്ഷേ അതിലും DMKയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് ഇതുവരെയും സ്ഥിരീകരണം കിട്ടിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അങ്ങനെ നേതാക്കളെയൊക്കെയും കാണുന്നു. പക്ഷേ ഇപ്പോഴാണ് സംഘടനാ വക്താവ് ഇളങ്കോവൻ 24നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ല. PV അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമാക്കാൻ, പാർട്ടി PV അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് PV അൻവർ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ DMKയുടെ സാന്നിധ്യത്തെ പറ്റി വളരെ വലിയ രീതിയിലൊന്നും പറയാത്തത്. നിരീക്ഷകരായി 2 നേതാക്കൾ എത്തുമെന്ന് പറയുന്നു. നിരീക്ഷകർ വന്ന് അവർ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ സ്റ്റേജിൽ അവർക്കൊരു ഇരിപ്പിടം, അൻവറിന്റെ പരിപാടിയിൽ അവരുടെ 2 വാക്കുകൾ, അതൊന്നും എന്തായാലും ഇന്ന് കാണാൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ DMK പറഞ്ഞു വെക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. തങ്ങൾക്ക് കേരളത്തിൽ തങ്ങളുടെ സംഘടനാ ശക്തിയുണ്ട്, സംഘടനയിൽ തന്നെ നേതാക്കളുണ്ട്, ആ നേതാക്കൾ വഴി പ്രവർത്തിച്ചു പോകാനാണ് ഇപ്പോൾ ഈ നിമിഷം വരെയും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ DMKയുടെ നിലപാട് വ്യക്തമാണ്. എന്തായാലും ദ്രാവിഡ മുന്നേറ്റ കഴകം അൻവറിനെ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അൻവറിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് അവർ അങ്ങനെ ഒരു പരസ്യമായി അവരുടെ പൊതുവേദിയിലേക്ക് പ്രതിനിധികളെ അയക്കുന്നുമില്ല എന്നതാണ് നിലപാട്.